ഈ ബോച്ചയ്ക്ക് പല ഗുണങ്ങളുണ്ടെങ്കിലും ചെറിയ ചില ദുശീലങ്ങൾ അല്ലെങ്കിൽ ചില വീക്ക്നെസ്സുകളുണ്ട്. അതിലൊന്ന് തമാശ പറയുക എന്നുള്ളതാണ്. ആളും തരവും നോക്കാതെ സമയവും സന്ദർഭവും നോക്കാതെ ബോച്ചെ പലവിധ തമാശകൾ തട്ടിപ്പൊളിക്കും. ബോച്ചെ സതുദ്ദേശത്തോടെ പറയുന്നതാണ്. അദ്ദേഹം ഹൃദയശുദ്ധിയുള്ള ആളാണ്. പക്ഷേ കേൾക്കുന്നവർക്ക് മറ്റ് പല ദുരർത്ഥങ്ങളും തോന്നും. അത് കേൾക്കുന്നവരുടെ കുഴപ്പമാണ്, മനസ്സിൽ ദുരർത്ഥങ്ങൾ ഉള്ളവരുടെ കുഴപ്പമാണ്. അപ്പോൾ ബോച്ചെ പറയുന്ന അർത്ഥമല്ല കേൾക്കുന്നവർ മനസ്സിലാക്കുക. അവരിതിനെ ദ്വയാർത്ഥ പ്രയോഗം എന്നൊക്കെ വിശേഷിപ്പിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ബോച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആൾ രസികനായിപ്പോയി, തമാശക്കാരനായിപ്പോയി. മറഡോണയെക്കുറിച്ച് വരെ പുള്ളി ഇതുപോലത്തെ തമാശകൾ പറഞ്ഞിട്ടുണ്ട്. വലിയ കായിക പ്രേമിയാണ്, മറഡോണയുടെ സുഹൃത്താണ്. മറഡോണയെ പരിചയമുള്ള ഏക മലയാളി ബോച്ചയാണ് എന്നുകൂടി പറയാം. ബാസ്യം മാലാപ്പറമ്പിന് പോലും ഡിഗോ മറഡോണയെ വഴിയിൽ വെച്ച് കണ്ട മറഡോണയാണെന്ന് അറിയാമെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ തോളി കൈയിട്ട് കിടക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും വലിയ പുള്ളിയാണ് ഈ ബോച്ചെ. അങ്ങനെ ബോച്ചെ ഈ തമാശ പറയുന്ന കൂട്ടത്തിൽ പല കുസൃതികളും ഒപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു തമാശക്കാരൻ എന്നുള്ള രീതിയിൽ വലിയ മതിപ്പുണ്ട്. ബോച്ചയുടെ തമാശകൾ വേണമെങ്കിൽ ഒരു പുസ്തകമായിട്ട് ഇറക്കാനായിട്ട് കോട്ടയത്ത് DC ബുക്സുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോച്ചെ ഫലിതങ്ങൾ അല്ലെങ്കിൽ ബോച്ചെ കഥകൾ, ബോച്ചയുടെ ജീവിതം എന്ന ഇതിഹാസം, ഇങ്ങനെയൊക്കെ പല പുസ്തകങ്ങളും ഇറക്കാനായിട്ട് രവി DC ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോച്ചയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരു പോക്കണം കേട് പറ്റിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.